ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി അവിടെ മഴ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാംസിൻ്റെ ഷട്ടർ തുറക്കുന്നുണ്ടെന്നൊക്കെ ന്യൂസിൽ കണ്ടു. എല്ലാവരും സേഫാണോ? അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഏതൊക്കെ ഭാഗങ്ങളാണ് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞാണ്, അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ക്യാമ്പിലേക്ക് പോകാൻ പറഞ്ഞോടെ അങ്ങനത്തെ അനൗൺസ്മെൻ്റൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഫ്ലഡ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബാഗ് സേഫ്റ്റി കിറ്റ് പോലെ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്നറിയില്ല. എത്ര ആൾക്കാർക്ക് ഇപ്പോൾ നെറ്റ് ആക്സസ് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൊബൈലിൽ ചാർജ് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് മാത്രം പറഞ്ഞൊരു വീഡിയോ ആണ്. ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ ചാർജ് കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ പോയ ഒരവസ്ഥയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓൾറെഡി എല്ലാം സെറ്റാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ല. ആദ്യം മൊബൈൽ ഫുള്ള് ചാർജ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്ത് വയ്ക്കുക. അത് പിന്നെ ചാർജർ എടുത്ത് വയ്ക്കാൻ മറക്കാണ്ടിരിക്കുക. പവർ ബാങ്ക് എടുക്കാൻ മറക്കാണ്ടിരിക്കുക. നന്നായിട്ട് ഒരു നല്ല 1 ലിറ്ററിൻ്റെ സംതിങ് ബോട്ടിൽ വെള്ളം കരുതി വയ്ക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തരുണ്ടെങ്കിൽ ഓരോരുത്തരുടെയിലും ഓരോ കുപ്പി ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെള്ളം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വെള്ളം കിട്ടാനുള്ള ആ ഒരു ടൈം ഡിലേ വരുന്ന സമയം വരെ നല്ല വെള്ളം കിട്ടാനുള്ള വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല വെള്ളം തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുപ്പിയിലെടുത്ത് വയ്ക്കുക. കാരണം ഈ ഫ്ലഡൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ നല്ല സ്ഥലത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് കാരണം ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നല്ല വെള്ളം കിട്ടും, ബട്ട് ഒരു ടൈം ഡിലേ ഉണ്ടാവും. ആ ടൈം ഡിലേയുടെ സമയത്തിന് വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും ട്രാപ്പായി കിടക്കുന്ന അവസ്ഥ ഞാനും വന്നാൽ വേണ്ടിയിട്ടുള്ള വേണ്ടിയാണ് വെള്ളം. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് റെഡിമെയ്ഡായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, പെട്ടെന്ന് വിശപ്പ് മാറുന്ന സാധനങ്ങൾ, എന്നാൽ ഭയങ്കര ബൾക്കില്ലാത്ത സാധനങ്ങൾ കഴിക്കുക, എടുത്തു വയ്ക്കുക. ബിസ്ക്കറ്റ് അതുപോലത്തെ കുറച്ച് കാലം നിൽക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. പിന്നെ മരുന്നുകൾ, BP, ഷുഗർ, അതുപോലെ തന്നെ തൈറോയിഡ്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആൾക്കാർ അതെടുത്ത് വയ്ക്കുക. അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാർ അതെടുത്ത് വയ്ക്കുക. മിനിമമായിട്ട് ഈ ഡോളോ അങ്ങനത്തെ മരുന്നുകളൊക്കെ എടുത്ത് വയ്ക്കുക. കാരണം പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുത്ത് വയ്ക്കുക. ആ സാധനങ്ങൾ എല്ലാവരുടെയും കയ്യിൽ വയ്ക്കുക. ഈ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ എന്തായാലും എടുത്ത് വയ്ക്കുക. കാരണം ലാസ്റ്റ് ടൈം 2018 ഫ്ലഡ് നടന്ന സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ അഡ്മിറ്റായത്, ഈ ഫ്ലഡ് കഴിഞ്ഞിട്ട് വന്ന് അഡ്മിറ്റായത് എന്ന് പറഞ്ഞാൽ BP ഷൂട്ടായിട്ടും അതുപോലെ തന്നെ ഡയബറ്റീസ് മരുന്ന് കഴിക്കാണ്ട് ഷുഗർ ഷൂട്ടായിട്ടൊക്കെ അതിൻ്റെ ഇത്, പിന്നെ അതുപോലെ ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ആ കാര്യങ്ങൾ നോക്കുക, നിങ്ങൾ മരുന്ന് എടുത്ത് വയ്ക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റിഫ്ലക്ടർ, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ട്രാപ്പായി കിടക്കുകയാണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി റിഫ്ലക്ടർ. പിന്നെ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ മിനിമം അവനെ കൂട്ടം തുറന്നു വിടുക, അല്ലെങ്കിൽ മിനിമം അവനെ കെട്ടഴിച്ച് വിടുക. അവനെ കെട്ടിയിട്ടിട്ട് അവനെ ചെയ്യണത് ശരിയല്ല, നിങ്ങൾ ഏറ്റവും ചെയ്യണ ദ്രോഹമായിരിക്കും. സോ ആ കാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഈ കിണർ അങ്ങനത്തെ സംഭവങ്ങൾ, വലിയ കുഴി അങ്ങനത്തെ സ്ഥലമൊക്കെ ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കെട്ടി ഒരു കയറുകൊണ്ട് കെട്ടി വയ്ക്കുക. സോ ബോട്ടിൽ പൊങ്ങി നിൽക്കും. ഈവൻ റെസ്ക്യൂ ചെയ്യാൻ വരുന്ന സമയത്തടക്കം ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വെള്ളം കയറിയിട്ട് കിണർ ഉണ്ട് എന്ന് അറിയില്ല. സോ അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലഡ് കയറിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യും. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് ക്ലീൻ ചെയ്യാൻ കയറുന്ന സമയത്തും ഈ പാമ്പുകൾ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ പ്രൊട്ടക്റ്റീവ് സംഭവങ്ങൾ യൂസ് ചെയ്യുക. ഈ വെള്ളത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ കാലിലൊക്കെ നല്ല ബൂട്ട്സ് പോലത്തെ സാധനങ്ങൾ ഇട്ട് നടക്കാൻ സൂക്ഷിക്കുക. കാരണം ചെറുതായിട്ടുള്ള വെള്ളമാണെങ്കിലും അതിൽ ഈ പാമ്പ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഇൻഫെക്ഷൻ അങ്ങനത്തെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് പ്രൊട്ടക്റ്റീവ് സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ എന്താ, സേഫായിട്ടിരിക്കുക. പിന്നെ മരുന്ന്, പിന്നെ അന്ന് എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ഓർമ്മ വരുന്നില്ല. കൂടുതൽ ഓർമ്മ വരുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. പിന്നെ റേഡിയോ പോലത്തെ, പോക്കറ്റ് റേഡിയോ പോലത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് അതൊന്നും മേടിക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ ബാറ്ററി യൂസ്ഡ് റേഡിയോ കയ്യിൽ വയ്ക്കുക, ബാറ്ററി കയ്യിൽ വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ മൊബൈലിലൊക്കെ ചാർജ് പോകുന്ന സമയം ഉണ്ടാവും. ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് വരുന്നത് ഈ കറണ്ടൊക്കെ, ഇലക്ട്രിസിറ്റി കുറച്ച് കാലത്തേക്ക് 2-3 ദിവസത്തേക്കൊക്കെ എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇല്ലാണ്ട് വരുമ്പോൾ
നമുക്ക് ന്യൂസ് അറിയണമെങ്കിൽ ഗവൺമെൻറ് അനൗൺസ്മെൻ്റ് ഒക്കെ അറിയണമെങ്കിൽ റേഡിയോ ആവശ്യം വരും. അപ്പോൾ ഒരു റേഡിയോ കയ്യിൽ വയ്ക്കുക. അതുപോലെ തന്നെ പിന്നെ ആക്ച്വലി ആൾക്കാർ വീഡിയോയിൽ പറഞ്ഞാണ് നമ്മുടെ ചുറ്റും 4 കാലി വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നു. കറക്റ്റാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇൻ കേസ് അത്ര ട്രാപ്ഡ് ആണെങ്കിൽ കുറേ വീഡിയോ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് നല്ലതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന ആൾക്കാർ ഈ വെള്ളത്തിൽ കൂടുതൽ നടക്കുമ്പോൾ ഈ എലിപ്പനി പോലത്തെ ഇൻഫെക്ഷനുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പ്രിവെൻഷനായിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കാറുണ്ട്. നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ആ മരുന്ന് എടുക്കുക. വീഡിയോയിൽ പറയാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാണ്ട് എടുത്ത് കഴിക്കേണ്ട എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വീടാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷനും അനൗൺസ്മെൻറ്റും ഒക്കെ വന്നിട്ട് ക്യാമ്പിലേക്ക് മാറാണ്ടിരിക്കരുത്. ജീവനാണ് വലിയ കാര്യം. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമൊക്കെ നന്നായിട്ട് വാട്ടർ കിടക്കാത്ത പോലെ സീൽ ചെയ്ത് നിങ്ങളുടെ ബാഗിൽ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ 2nd ഫ്ലോർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി വയ്ക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് വാട്ടർ പ്രൂഫാക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ വയ്ക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ വയ്ക്കുക. എന്താണ് വെള്ളം കയറി കഴിഞ്ഞിട്ട് പിന്നെ അറിയില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട്, കാരണം ബാഗും നനയാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ തന്നെ അങ്ങനെ സാധനങ്ങൾ നന്നായിട്ട് കവർ ചെയ്ത് വാട്ടർ പ്രൂഫായിട്ട് വയ്ക്കുക. ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ അതും കൂടി കമൻറ്റ് സെക്ഷനിൽ പറയണമെന്ന് ഞാനും കുറേ കാര്യങ്ങൾ മറന്നു. ഓക്കെ, ബൈ.